ഇഷ്ടമായി. ശരിക്കും പറഞ്ഞാൽ കുറച്ചൊന്ന് കരപ്പിച്ചു. സൂപ്പറായ പടം, നല്ല പടം, കണ്ടിരിക്കേണ്ട പടമാണ്. അതായത് നമ്മൾ ഇത് കാണുമ്പോഴാണ് നമ്മൾ പല കാര്യങ്ങളും റിയലൈസ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ കുട്ടികൾ മിസ്സിങ് ആവണ്ടെന്നോ അവരെവിടേക്കാണ് പോണേന്നോ എന്താണെന്നൊക്കെ ഉള്ളത്. പിന്നെ അതല്ലാതെ വേറെ കുറേ ഇമോഷണൽ പരിപാടികളൊക്കെ ഉണ്ട് സിനിമയിൽ. ത്രില്ലറാണ്. നമുക്കൊരു എന്താകും നെക്സ്റ്റ് എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഫാക്ടർ ഉള്ളൊരു മൂവിയാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ മസ്റ്റ് വാച്ചാണ്. പിന്നെ ഇമോഷണലും കൂടിയാണല്ലോ. അതെ, അത് രണ്ടും കൂടി എങ്ങനെ കൊണ്ടുപോയി നിങ്ങളെ? വളരെ ഗംഭീരമായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അത് തിയേറ്ററിൽ തന്നെ കാണണം നിങ്ങൾ. അതായത് നമുക്ക് കണ്ടിറങ്ങുമ്പം എന്തായാലും ഒരു ഇൻവെസ്റ്റിഗേഷനാണ്, അതിനൊരു എൻഡുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ മനുഷ്യത്വമുള്ള മനുഷ്യർക്ക് ഇതൊരു ഭയങ്കര ഭാരമായി മനസ്സിൽ കിടക്കുന്ന ഒരു സ്റ്റോറിയാണ്. അത് റിയൽ ലൈഫ് സ്റ്റോറിയാണെന്ന് അറിയുമ്പോൾ അത് അതിനാക്കം കൂട്ടും. താങ്ക് യു. ഇങ്ങനെ നല്ല അടിപൊളി മൂവിയാണ്. നമുക്കിത് കണ്ടിരിക്കാൻ നല്ലൊരു ഇതാണ്. കാരണം ഇപ്പോഴും നടക്കണ ഒരു സംഭവങ്ങളൊക്കെയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇമോഷനായി പോകും. നല്ല വെരി ഗുഡ് ആയിട്ടുള്ള ഇത്. ബൈജു എല്ലാവരും നല്ല ഭംഗിയായിട്ട് അഭിനയിച്ചു. എല്ലാവരും ഫസ്റ്റ് മൂമെന്റ് വരെ നമ്മളിങ്ങനെ ആകാംക്ഷയോടുകൂടി ഇങ്ങനെ നോക്കിയിരിക്കണായിരുന്നു. ഇത് അടുത്ത് എന്താണ് കാണാനായിട്ട്. ഞാൻ എല്ലായിടത്തും പറഞ്ഞല്ലോ, കാര്യങ്ങളെല്ലാം പറഞ്ഞു. നിങ്ങൾ കണ്ടു നോക്കും, നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. ടച്ചിങ് ആണ് പടം. കണ്ടോ, നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം വിലയിരുന്നു. അതാണ് കേട്ടോ. അടിപൊളിയാണ്. കണ്ടവരെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ലാസ്റ്റ് ഒരു ഇമോഷണൽ മൂവ്മെന്റ് ആണ്. അതെല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി എന്ന് വന്ന് പറഞ്ഞു. വെരി ഹാപ്പി. എല്ലാവരും മറ്റന്നാൾ പോയി കാണണം കേട്ടോ. റിയൽ ലൈഫ് സ്റ്റോറിയാണുള്ളത്. എത്രമാത്രം സിനിമയിലേക്ക് വന്നപ്പോൾ അത് റിലേറ്റബിൾ ആയതുകൊണ്ടാണ് ആൾക്കാർക്ക് അതിനോടുള്ളൊരു ഹുക്ക് തോന്നിയതും ഇമോഷണൽ ആയിട്ടുള്ള സാധനമൊക്കെ ഫീൽ ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. ഫാമിലി ഓഡിയൻസിനൊക്കെ തിയേറ്ററിൽ ഉറപ്പായിട്ടും ഫാമിലി ഓഡിയൻസിനൊക്കെ ഉറപ്പായിട്ടും എല്ലാവരും തിയേറ്ററിൽ പോയി കാണാം. സൂപ്പർ ഫിലിം. ഞാൻ കുറച്ച് എപ്പോഴും എല്ലാ പടത്തിലും ഇമോഷണൽ ആവുന്നതാണ്. പക്ഷേ ഇത് വളരെ രസകരമായിട്ട് മനസ്സിനെ ടച്ച് ചെയ്തിട്ടുള്ള, ഇങ്ങനെയും നടക്കാമോ, ഇതൊരു നടന്ന സംഭവം കൂടി ആയപ്പോൾ നമുക്ക് ആ ഒരു പോലീസ് ഓഫീസർ അന്ന് എത്ര എഫേർട്ട് എടുത്തിട്ടായിരിക്കും ഈ കുട്ടികളെ ബോംബെ പോയി കുട്ടികൾ ഒരു പ്രൂഫും ഇല്ലാതെ ഒരു കേസ് എവിടെ വരെ എത്തിച്ചു എന്നുള്ളത്. അപ്പോൾ ഒരു പോലീസുകാരൻ വിചാരിച്ചു കഴിഞ്ഞാൽ പറഞ്ഞതിന് ചെയ്യാൻ സാധിക്കും. വേണ്ടാന്ന് പറഞ്ഞാൽ ഫയലും ക്ലോസ് ചെയ്തിട്ടില്ല. അതാണ് പറഞ്ഞത്. നല്ലവരുടെ കഥയാണ്, മനുഷ്യത്തുള്ളൊരു കഥ. യു ഓൾ ഷുഡ് വാച്ച്. റോഷൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ്. പപ്പൻ പിന്നെ അവൻ്റെ വേറൊരു സോണറായിട്ട് കാണിച്ചു. വെരി ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഐ ലവ്ഡ് ഇറ്റ്. ഐ റെക്കമെൻഡ് ദിസ് ഫിലിം ഫോർ എവ്രി വൺ. കാരണം ഫാമിലിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. ഫാമിലി തന്നെയാണത്. കാരണം അതിൽ ഓരോരുത്തരും കുട്ടികളടക്കം ആലോചിക്കണം. ഞാനും വലുതായി ഇതുപോലൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഐ ഷുഡ് ഗോ ഓൾ ഔട്ട് ടു ഹെൽപ്പ് പീപ്പിൾ. അതാണ് നിങ്ങൾ അത് ഒന്ന് ആലോചിച്ച് മിസ്സാവുന്ന 2 കുട്ടികൾ ട്രെയിനിൽ നിന്ന് എവിടെ പോയി പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. എഫർട്ട് ഇട്ടാൽ കിട്ടും. അതിന് ചില ചങ്കൂറ്റം വേണം. അതിനപ്പുറത്തുള്ള ശത്രു ചിലപ്പോൾ വലുതായിരിക്കും. എങ്കിലും അവർ പോലും റിസൺമെൻ്റ് ഒന്നും ചെയ്യാതെ തിരിച്ചു കൊടുത്തു എന്ന് പറയുന്നതാണ്. അല്ലെങ്കിൽ പടത്തിന് വേണ്ടി ഒരു ആക്ഷനൊക്കെ ഉണ്ടാക്കാം. ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. കൃത്യമായിട്ടുള്ള ഡയലോഗ്. വെരി ഇൻട്രസ്റ്റിംഗ്. താങ്ക് യു. Speak in English? Yeah, yes. Okay, thank you. So my experience while watching or shooting? Watching. It crossed my expectations. The film has left me with goosebumps and very well executed. Our director M. Padma Kumar ji has done a fantastic job. Even our producer Santosh, Nikhil. In fact, all the actors have performed so well. I hope even my performance gets good compliments from the audience, and it's my first big screen appearance, and I would like to thank Kerala for this opportunity because I'm so grateful. After watching this movie, is it feel good or thriller? So I think this film covers all the aspects, from thriller to a little bit of comedy to glamour to action, a little bit of romance, and the best part is you go back home with something. You're taking a lot of emotions, a lot of it sends you home with something. Even while you're watching the film, your mind is constantly working. What's gonna happen next? Is it the right thing? Is it the wrong thing? Will they meet? Will they not meet? Will it be a happy ending, a sad ending? But when the film ends, it leaves you with a lot of emotions, and I think such kind of films are very rare to find in today's world. So I have good feelings about Queer, considering I'm a part of it too.
the best to my entire team. Fantastic. Thank you. Thank you so much. Could you introduce yourself? Sorry. Could you introduce yourself? Want to introduce myself? Okay. Hi, I'm Lapina Israni. I have done a song, a dance number in Queer by the name Chinnari, which is sung by Chitra ma'am and choreographed by Shanti Master. And very, very, very happy to be a part of it. When Nikhil called me for it, I was so grateful. I keep doing a lot of ads and a lot of campaigns in Kochi, but this is the first time I'm on a film, and it is really exciting to watch myself on big screen. This is your first movie. First movie on big screen, yes. Yes. Okay, thank you. Thank you. വലിയ ഡിസപ്പോയിൻറ്റഡ് ആയിരിക്കും. വിചാരിക്കാത്ത ട്വിസ്റ്റും ടേണുകളെല്ലാം ഉണ്ട്. റിയൽ ലൈഫ് സ്റ്റോറിയാണ്. അപ്പോൾ സിനിമയിലേക്ക് വരാൻ എത്രമാത്രം അത് ബട്ട് ബോറടിക്കാണ്ട് ഐ തിങ്ക് ഫസ്റ്റ് ഹാഫ് കുറച്ചും കൂടി ഫാസ്റ്റ് ആയിരിക്കും. സെക്കൻഡ് ഹാഫ് കുറച്ചും കൂടി ഇമോഷണൽ റൈഡ് ആയിരിക്കും.